ഹലോ നമസ്കാരം, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സ്റ്റാലിനും അലീനയും സ്റ്റാലിൻ്റെ പപ്പയൊക്കെ തോട്ടമൊക്കെ കണ്ടിട്ട് മടങ്ങി വരിക കേട്ടോ. അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് സ്റ്റാലിൻ അകത്തേക്ക് പെട്ടെന്ന് തന്നെ കയറി പോകുന്നുണ്ട്. അവിടെ പുറത്ത് ആൻ്റപ്പനും ഡ്രൈവർ ഏട്ടനും അവിടെ കാത്തു നിൽപ്പുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്, എല്ലാം കാണിച്ചു കൊടുത്തോ അത് കുട്ടിച്ചേട്ടാന്ന് ചോദിക്കുകയാണ്. അന്നേരം പറയുന്നത്, അങ്ങനെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണോ ഇതൊക്കെയെന്ന് ചോദിക്കുകയാണ്. അന്നേരം ആൻ്റപ്പൻ ചോദിക്കുന്നുണ്ട്, ഇനിയും പോകണ്ടേ ചോദിക്കുകയാണ്. അന്നേരം അപ്പച്ചൻ പറയുന്നുണ്ട്, ഇനിയും പോകണമെന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വാ അലീന മോളെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുക കേട്ടോ. എന്നിട്ട് ഡ്രൈവറായിട്ട് ആൻ്റപ്പനോട് ചോദിക്കുന്നുണ്ട്, ഈ എസ്റ്റേറ്റ് ഓഫീസൊക്കെ കാണിച്ചു കൊടുത്ത് എന്തിനാ കാര്യം എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആൻ്റപ്പൻ ചേട്ടൻ പറയുന്നുണ്ട്, എസ്റ്റേറ്റ് ഓഫീസൊക്കെ അവളുടെ പേരിൽ എഴുതി കൊടുക്കാനായിരിക്കും എന്ന് പറയാണ്. അന്നേരം ഡ്രൈവറായിട്ട് പറയുന്നുണ്ട്, ഇന്നലെ കണ്ട അവളെ പേരിലേക്ക് ഇതൊക്കെ എഴുതി കൊടുക്കുമോ, ഇതിലെന്തോ തട്ടിപ്പുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് ആൻ്റപ്പൻ പറയുന്നുണ്ട്, അറിയാൻ മേലാത്ത കാര്യങ്ങളെ മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയണം. അന്നേരം ഡ്രൈവറേട്ടൻ പറയുന്നുണ്ട്, അവസാനം നമ്മളൊക്കെ ഇവിടുന്ന് പോകേണ്ടി വരുമോ ചോദിക്കുകയാണ്. അന്നേരം ആൻ്റപ്പൻ പറയുന്നുണ്ട് എന്ന് പറയാണ്. അങ്ങനെ അലീനയും അവധുക്കുട്ടിയും സ്റ്റാലിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്റ്റാലിനെ ചോദിക്കുന്നുണ്ട്, ഇനി എവിടെയെങ്കിലും പോകാനുണ്ടോ എന്ന്. എന്നിട്ട് അവധുക്കുട്ടി പറയുന്നുണ്ട്, ഇനി ബ്യൂട്ടി പാർലറിലോ എവിടെയെങ്കിലും പോകാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും അനാഥാലയോ ഓൾഡ് ഏജ് ഹോമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, അതെന്തിനാന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അവിടെ പോയിട്ട് എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യാലോ എന്ന് പറയാണ്. അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് സ്റ്റാലിൻ അവിടുന്ന് എഴുന്നേക്കുക കേട്ടോ. ഇത് പറയുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ ആൻ്റപ്പനെയും കൂട്ടിയിട്ട് പോയിക്കോ എന്ന് പറയാണ്. അന്നേരം അലീന ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എൻ്റെ പപ്പ ആൻ്റപ്പനല്ല സ്റ്റാലിൻ ജോസഫാണെന്ന് പറയാണ്. സ്റ്റാലിൻ പറയുന്നുണ്ട്, ഇവൾ എന്ത് വർത്താനാ പപ്പ ഈ പറയുന്നത്, എസ്റ്റേറ്റ് പോയി കാണിച്ചതും അവിടുത്തെ വരുമാനം പറഞ്ഞതും തെറ്റായിപ്പോയോ, അവൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാണ്. അന്നേരം അവധുക്കുട്ടി പറയുന്നുണ്ട്, അവൾക്ക് അതെല്ലാം ഇഷ്ടമായി എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു, പക്ഷേ അതിൽ കിട്ടുന്ന ഒരു വരുമാനം ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നത് നല്ലതായിരിക്കില്ലേ എന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു അനാഥാലയത്തിന് ഒരു സഹായം ആയിക്കൂടെ എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, ഈ അനാഥാലയം എന്ന് കേൾക്കുമ്പോഴേ ഇറിറ്റേഷനാണെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഈ അനാഥാലയത്തിനാണ് ഞാൻ ഇത്രയും നാളെന്ന് പറയുന്ന സമയത്ത് സ്റ്റാലിൻ പറയുന്നുണ്ട്, സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയാണ്. എന്നിട്ട് പിന്നെയും അലീന പറയാട്ടോ, ഈ അനാഥാലയത്തിലാണ് 23 വർഷം ഞാൻ ജീവിച്ചത്, അവരാണ് എന്നെ വളർത്തിയത്, അതുകൊണ്ട് 23 വർഷമെങ്കിലും അനാഥാലയത്തിന് സഹായം ചെയ്തേ പറ്റൂ എന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, അനാഥാലയങ്ങളിൽ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോയിക്കോളാം എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, എന്നോട് ഇതുവരെ ആരും എതിർത്ത് സംസാരിച്ചിട്ടില്ല, അത് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, എന്നെ ഇഷ്ടപ്പെടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, എനിക്ക് പാലാവരുള്ള വള്ളിക്കൂലി തന്നാൽ മതി, ഞാൻ പോയിക്കോളാം എന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട്, നിന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്നേഹത്തോടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്, ഇഷ്ടം ഉണ്ടായിട്ടല്ലേ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് പറയാണ്. എപ്പോഴും ഈ അനാഥാലയം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, എൻ്റെ ആൾക്കാരെല്ലാം അവിടെയാണ്, എനിക്ക് ഒരു നല്ല കാലം വരുമ്പോൾ എനിക്ക് അവരെ മറക്കാൻ വേണ്ടി പറ്റുമോ, ഞാൻ മാത്രം തിന്നു കൊഴിച്ച് ജീവിച്ചാൽ മതിയോ, എന്നെ 23 വർഷക്കാലം എന്നെ വളർത്തിയത് ഒരു ഓർഫണേജാണ്, അതുകൊണ്ട് 23 വർഷക്കാലം ഒരു 10 ഓർഫണേജിനെങ്കിലും പപ്പ സഹായം ചെയ്തേ പറ്റൂ എന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഓർഫണേജിലെ എല്ലാ കുട്ടികളും അനാഥയല്ല, അവർക്കെല്ലാം സ്റ്റാലിൻ പപ്പയെ പോലെ ഒരു പപ്പയുണ്ട്, വൈജയന്തി അമ്മയെ പോലെ ഒരു അമ്മയുണ്ട്, എന്നെ പോലെ വളർന്നവരാണ് അവരെല്ലാവരും, എനിക്കറിയാം അവരുടെ വിഷമങ്ങളും, അവരെ പോലെ വളർന്നവളാണ് ഞാനും എന്നും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട്, പപ്പയ്ക്ക് വിഷമാവുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം തിരിച്ചെടുത്തു എന്ന് പറയണം. അന്നേരം അത് കുട്ടി പറയുന്നുണ്ട്, അപ്പോഴേക്കും മോള് പിണങ്ങിയോ, നമ്മളിപ്പോൾ വന്നതേ ഇല്ല, ക്ഷീണുണ്ടാകില്ലേ, മോള് പോയിട്ട് ഒരു ചായ ഒക്കെ എടുക്കുക, അപ്പോഴേക്കും എല്ലാം മൂടും ശരിയാകും എന്ന് പറഞ്ഞിട്ട് അലീനയെ കൂട്ടിക്കൊണ്ട് പോവുക കേട്ടോ. പിന്നെ അവിടെ സ്റ്റാലിൻ കള്ളു കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ആ സമയത്ത് അവധക്കുട്ടി സ്റ്റാലിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവൾ പറഞ്ഞത് എന്താണോ തെറ്റ്, അവൾ പറഞ്ഞതൊന്നും ചെയ്തു കൊടുത്തൂടെ എന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട്, ഇതുവരെ എന്നോട് ആരും എതിർത്ത് പറഞ്ഞിട്ടില്ല, പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാണ്. എന്നിട്ട് അവധക്കുട്ടി പറയുന്നുണ്ട്, അതിൻ്റെ എല്ലാ തെറ്റുകളും നിൻ്റെ കയ്യിലുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവൾക്ക് ആൻ്റപ്പനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ എന്താ, അവൾക്ക് ചെയ്തുകൂടെ എന്ന് പറയാണ്. അന്നേരം അവധക്കുട്ടി പറയുന്നുണ്ട്, അവളുടെ പപ്പ നീയല്ലേ, അതുകൊണ്ട് നീ ചെയ്യണമെന്നുള്ള ഒരു വാശി അവൾക്ക് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കാം എന്ന് പറയാണ്. എന്നിട്ട് അവധക്കുട്ടി പിന്നെയും പറയുന്നുണ്ട്, എനിക്കും ഒരു ഇറിറ്റേഷൻ പോലെ തോന്നാറുണ്ട് ഓർഫണേജ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, അപ്പച്ചന് തോന്നണം, അപ്പച്ചനല്ലേ ഇത്രയും വരെ കാര്യങ്ങൾ എത്തിച്ചതെന്നൊക്കെ പറയാം കേട്ടോ.
അവതക്കുട്ടി പറയുന്നുണ്ട് ഞാൻ അവളോട് സംസാരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട് അപ്പച്ചനെ അവളെ പേടിയാണ്, ഈ 2-3 ദിവസമായിട്ടും അവളോട് സ്നേഹത്തോടെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, അമ്മച്ചിയുടെ മുഖമായതുകൊണ്ട് അപ്പച്ചനെ ദേഷ്യത്തോടെ സംസാരിക്കാനൊന്നും കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം അവതക്കുട്ടി പറയുന്നുണ്ട് അതൊക്കെ നിൻ്റെ തെറ്റിദ്ധാരണയാണ്, ഞാൻ ദേഷ്യത്തോടെയൊക്കെ സംസാരിക്കും എന്നവരൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട് എന്നാലും ഒരു പരീക്ഷണം ചെയ്ത് നോക്കാം, ഈ കള്ളൊക്കെ ഒന്ന് കുടിച്ചിട്ട് സംസാരിക്കാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം അവതക്കുട്ടി പറയുന്നുണ്ട് വേണ്ട ലാലിച്ച, എനിക്ക് വയ്യ, എനിക്ക് തലയൊക്കെ വേദനിക്കുന്നുണ്ട്, അതുകൊണ്ട് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട് ഈ കള്ള് കുടിച്ച തലവേദനയ്ക്ക് ബെസ്റ്റാണ്, അതുകൊണ്ട് ഇത് കുടിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം അത് കുട്ടി പറയുന്നുണ്ട് വേണ്ട ലാലിച്ച, എനിക്ക് വേണ്ടാഞ്ഞിട്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.